നമസ്തേ. പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടികാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ. സ്വാമിയുടെ ഉപാസന ചോദിച്ചിട്ട് ഒരുപാട് വ്യക്തികൾ വിളിക്കുന്നു. എങ്ങനെ സേവ ചെയ്യാം, എങ്ങനെ സ്വാമിയെ ഉപാസിക്കാം, എങ്ങനെ സേവ ചെയ്യാം? എളുപ്പത്തിലുള്ള ഒരു കാര്യമല്ല. വിളിക്കുന്നവരോടൊക്കെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ വേണ്ടവർക്ക് കൊടുക്കാറ്. അത് നമ്മളിവിടെ സ്വാമിയില് അവരുടെ പേര് നക്ഷത്രമൊക്കെ വെച്ച് അവരെ സമർപ്പിച്ചതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളത് കൊടുക്കുന്നത്. സ്വാമിയുടെ മൂലമന്ത്രം വിറ്റ് പണം വാങ്ങേണ്ട കാര്യം നമ്മുടെ മഠത്തിൽ ഇല്ല. അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവമാണ് കൊടുക്കുന്നത്. സാമ്പത്തിക ചെലവൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയണമെന്നില്ല. ഏത് സ്ഥലത്തുനിന്ന് എന്ത് സ്വീകരിക്കുന്നതായാലും ആ ദേവനെയും അവിടുത്തെ ആചാര്യനെയും പ്രീതിപ്പെടുത്തിയിട്ടേ വാങ്ങാൻ പാടുള്ളൂ എന്നാണ് ചിട്ട. ആചാരങ്ങളിൽ ചിട്ടാട്ടോ, ആചാരങ്ങളില്ലാത്തൊരു ചിട്ടുകളൊന്നുമില്ല. അപ്പൊ അത് ആ രീതിയിൽ തന്നെ സ്വീകരിച്ചു കൊണ്ടുപോകണം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമേ ഉപാസനയും സേവയും ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. മോശം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏതൊരു വ്യക്തിക്കും നമ്മൾ മൂലമന്ത്ര സ്വീകരണം കൊടുക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവമാണ്. കരിങ്കുട്ടി സ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ദേവന്മാരുടെ മാത്രമേ മൂലമന്ത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്റെ കൈവശം ആ മൂലമന്ത്രം മാത്രമേ ഉള്ളൂ. മറ്റുള്ള ദേവീദേവന്മാരുടെ മൂലമന്ത്രം എന്തെങ്കിലും ഇല്ല. ഉള്ളതിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് വ്യക്തമായി നിരീക്ഷണാർത്ഥം ചിന്തിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നില്ല. അത് പ്രത്യേകം ഒന്ന് എടുത്തു പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരുപാട് ആളുകൾ കൊടുത്തതായിട്ട് കണ്ടു. കൊടുത്ത് കിട്ടിയവർക്ക് ചിലവർക്ക് ദുരിതമുള്ളതായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയണ്ടായി. ഈ ദുരിതം ഞാണ്ടിരിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണം. പിന്നെ സ്വാമിയുടെ അനുഗ്രഹം എന്ന് കിട്ടും എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുനാഥനും കഴിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് കാലം കാത്തിരുന്നിട്ട് അനുഗ്രഹം വാങ്ങി അതിന് സന്തോഷം കിട്ടിപ്പോയവരാണ്. ആ ഒരു പരീക്ഷണ കാലഘട്ടങ്ങളിലും സ്വാമിയെ മുറുക്കെ പിടിച്ച് വിടാതെ പിടിച്ചതുകൊണ്ടാണ് ഇന്നൊരു അതിന്റെ സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ കിട്ടുള്ളൂ. പലർക്കും പല സമയ കാലഘട്ടങ്ങൾ എടുത്തിട്ടാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, ചിലർക്ക് ഒരുപാട് കാലതാമസം എടുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാമിയുടെ മൂലമന്ത്രം ഓടി വന്നങ്ങോട്ട് സ്വീകരിച്ചിട്ട് നാളെ അങ്ങോട്ട് വരവാനാകാം എന്നുള്ള ചിന്ത തെറ്റാണ്. നമുക്ക് സമയം കുറച്ചെടുക്കും. അത് ചിട്ടയുടെ ക്രമത്തോടു കൂടിയൊക്കെ സ്വാമിയെ സ്നേഹിച്ച് ആചരിച്ച് പൂജിക്ക് ചെയ്യേണ്ടി വരും. ഉപാസകര് നേദ്യം കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫലസിദ്ധി കിട്ടും. അപ്പോൾ അത് വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് മൂലമന്ത്ര സ്വീകരണം ചെയ്യേണ്ടത്. അതുപോലെ കൊടുക്കുന്നത് ഞാനും വളരെയധികം ആലോചിച്ചാണ് നിങ്ങൾക്ക് തരാനും ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, കൂടെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. വേറൊരാൾക്ക് കൊടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്താൽ അതിന്റെ ഒരു ഭാഗത്തെ ദുരിതം എനിക്കും കൂടി കിട്ടും. അതുകൊണ്ട് ഞാനും കൂടി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. സ്വാമിയെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് കൊടുക്കുന്നതുകൊണ്ടൊന്നും വിരോധം ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ശ്രദ്ധാപൂർവം കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ സർവ്വചരാചരങ്ങൾക്കും ഭഗവാന്റെ ഇഷ്ടക്കാർക്കും ഭക്തർക്കും സ്വാമി മുഖേന സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.